ഹായ്, സ്റ്റാൻലി വടക്കൻ. കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പാരൻറ്റിങ്ങിൻ്റെ ചില ടിപ്സ് തന്നെയാണ്. ഓക്കെ, നമ്മൾ പാരൻറ്റിങ്ങിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഡോൺട്സ്, അരുതാത്ത, ചെയ്യാൻ പാടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോണത്. ഇൻ ഡീറ്റെയിൽ ഞാൻ പോണില്ല, കുറച്ച് പോയിന്റ്സ് മാത്രം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കുട്ടികളോട് അരുതാത്ത ഡോൺട്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ് ഈ അടുത്ത് തന്നെ. ഡോണ്ട് കമ്പയർ യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടികളെ താരതമ്യപ്പെടുത്തരുത്. അത് ഒന്നാമത്തെ, അത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നുണ പറയരുത്. കാരണം കുട്ടികൾ വളരെ ഒബ്സർവ് ചെയ്യണത്, നമ്മളെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതാണ് പാരൻസിനെ. അവിടെ നമ്മൾ ഒരിക്കലും അവരോട് നുണ പറയാതിരിക്കുക. നമ്മളാണ് അവരെ നുണ പറയാൻ പഠിപ്പിച്ചത് എന്നുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തരുത്. ഓക്കെ, അതുപോലെ അടുത്തത്, അവരോട് വഴക്ക് പറയരുത്. ഐ മീൻ ഡോണ്ട് യെൽ അറ്റ് ദം. അവരുടെ ഉറക്ക സംസാരിച്ച് മിണ്ടാണെന്നൊക്കെ ഡി അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരോട് ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ അവരോട് ഡാഡി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അവർ ഇച്ചിരി പാനിക്കാവും. അതവർ അക്സെപ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഇങ്ങനെ വേണം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് ആ കമ്മ്യൂണിക്കേഷൻ അവർ പഠിക്കും. നാളെ നിങ്ങളോടും തിരിച്ചവരങ്ങനെ ചെയ്യുമ്പോൾ സങ്കടം വരരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേണം കാണിച്ചു കൊടുക്കാൻ. നമ്മൾ ഡോണ്ട് യെൽ അറ്റ് ദം. അവരോട് പറയുമ്പോൾ സൗമ്യമായിട്ടും ഫേമായിട്ടും കാര്യങ്ങൾ പറയുക, പക്ഷേ ഷൗട്ട് ചെയ്യരുത് ഒരിക്കലും. ഡോണ്ട് യെൽ അറ്റ് ദം. ഓക്കെ, അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അവരോട് എന്തെങ്കിലും ഒരു കാര്യം അവർ പറയുമ്പോൾ ഡോണ്ട് ഇൻറ്ററപ്റ്റ്. അവർ പറയുന്ന കാര്യം പറയാനായിട്ട് അനുവദിക്കുക. അങ്ങനെ അനുവദിക്കാണ്ട് നമ്മൾ ഇൻറ്ററപ്റ്റ് എന്തെങ്കിലും, ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളായിരിക്കില്ല, കുട്ടികൾ അവരുടേതായ കാര്യങ്ങളായിരിക്കും പറയുക. അത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക. ആ കേൾക്കാനുള്ള മനസ്സ് മതി. അത് അംഗീകരിക്കണമെന്നോ ചെയ്യണമെന്നോ ഒന്നുമില്ല. പക്ഷെ ആ കേൾക്കാനുള്ള ആ ഒരു ഫ്രീഡം അവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ സ്വസ്ഥമായിട്ട് കേൾക്കണം. അപ്പോൾ അവർക്ക് കുറേ നമ്മളിൽ കോൺഫിഡൻസ് വരും. അവർ പറയുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് വരും. അങ്ങനെയുള്ള കുട്ടികളാണ് കുറേ കൂടി സമാധാനമായിട്ട് വളരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അവരെന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യാണ്ട് അവർ പറയാനുള്ളത് അനുവദിക്കണം. ഡോണ്ട് ഇൻറ്ററപ്റ്റ് ഇൻ ദയർ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ ഡോണ്ട് ബി ഇൻകൺസിസ്റ്റൻറ്റ് ഇൻ ഡിസിഷൻസ്. നമ്മൾ ഒരു ഡിസിഷൻ പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴോ ഇൻകൺസിസ്റ്റൻസി കാണിക്കരുത്. നമ്മളിപ്പോൾ ഒരു കാര്യം അവരോട് പറഞ്ഞു, മോനെ നീ ഇന്ന് 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു 10 മിനിറ്റ് ടി വി കാണാം. ഒരു ഉദാഹരണം പറയുന്നത്. ഇതുപോലെയൊക്കെ നമ്മളൊരു സെറ്റ് ചെയ്യുമ്പോൾ അതായിരിക്കണം പിന്നെയുള്ള ദിവസങ്ങളിലേക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ലേശം തിരക്കുണ്ട്, മോനെ ഇന്ന് 1/2 മണിക്കൂർ ടി വി കണ്ട് നീ 1/2 മണിക്കൂർ പഠിച്ചിട്ട് നീ ടി വി കണ്ടോ എന്ന രീതിയിൽ നമ്മളത് ഇന്ന് 1/2 മണിക്കൂറാക്കി, നാളെ 1 മണിക്കൂറാക്കി, മറ്റേ നമുക്ക് ദേഷ്യം വന്നപ്പോൾ 1.5 മണിക്കൂറാക്കി. ഇങ്ങനെ നമ്മൾ ഇൻകൺസിസ്റ്റൻസി കാണിച്ചാൽ, ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ ഇൻകൺസിസ്റ്റൻസി കാണിക്കുകയാണെങ്കിൽ കുട്ടികളിൽ നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പഠിക്കണം. ദാറ്റ് ഷുഡ് ബി എ ഗുഡ് പാരൻറ്റ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ബൗണ്ടറി ഫിക്സ് ചെയ്താൽ അതൊന്ന് മാറ്റം വരുത്താണ്ട് നോക്കുക. ഡോണ്ട് എവർ ബ്രൈബ് യുവർ ചൈൽഡ്. നിങ്ങളുടെ ഒരു കുട്ടിയെ ഒരിക്കലും കൈക്കൂലി കൊടുക്കാൻ തന്നെ നിങ്ങൾ കാശ് കൊടുത്ത് കാര്യം ചെയ്യിപ്പിക്കാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചിലത് പഠിപ്പിക്കണത്, കുട്ടികളൊക്കെ പഠിച്ചു വരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ കൈക്കൂലി എന്ന് ഉദ്ദേശിക്കുന്നത്, മോനെ ഇത് ചെയ്താൽ നിനക്ക് മിഠായി തരാം, ഇത് ചെയ്താൽ നിനക്ക് ഇത് തരാം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവന് പതുക്കെ എന്തെങ്കിലും കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് വരാതിരിക്കാനായിട്ട് അവൻ്റെ റെസ്പോൺസിബിലിറ്റി അടുത്ത് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ അത് ആ കുട്ടീനെ മോശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരിക്കലും ഒരു കുട്ടീനെ നമ്മൾ കൈക്കൂലിക്കാരനാക്കുമ്പോൾ ഡോണ്ട് ഡ്രൈവ് ദ ചൈൽഡ്. ഒരിക്കലും കൈക്കൂലിയിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ കൊടുക്കരുത്. എന്നാലോ എഗ്രിമെൻറ്റ്സ് നമുക്ക് ഉണ്ടാക്കാം. മോനെ നീ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഔട്ടിങ്ങിന് പോവാം, അല്ലെങ്കിൽ പുറത്ത് പോവാം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഒരു അഗ്രിമെൻറ്റിലേക്ക് വരാം. പക്ഷേ ബ്രൈബ് ആയി പോകാൻ ആ സിറ്റുവേഷനിലേക്ക് വരരുത്. നിങ്ങളിത് ചെയ്താൽ ഇത് തരും, അപ്പോൾ ഞാനിത് ചെയ്തത് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് പിള്ളേർ വരാതിരിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ്
ഡോണ്ട് ഡു എവറിത്തിങ് ഫോർ ദം. നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കരുത്. അത് ഭയങ്കര മോശമാണ്. ഇപ്പം ഏറ്റവും പല സ്ഥലത്തും പേരൻസ് മക്കളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണത്. ഓരോ കുട്ടി പ്രായം അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറായാൽ അത് ആ കുട്ടിയെ കൊണ്ട് പതുക്കെ പതുക്കെ ചെയ്യിപ്പിക്കാൻ പഠിക്കണം. ഒരു ഉദാഹരണം, പാത്രം കഴുകൽ, ഡ്രസ്സ് ഒതുക്കി വെക്കൽ, ചെരുപ്പ് സൂക്ഷിച്ച് വെക്കൽ, കള്ളി ഒതുക്കി വെക്കൽ, ബെഡ്ഷീറ്റ് വിരിക്കൽ, ഈവൻ ചെറിയ ചെറിയ കുക്കിങ്ങിലേക്ക് പറ്റുന്നെങ്കിൽ, സഹായിക്കാൻ പറ്റുന്നെങ്കിൽ ആ പ്രായത്തിൽ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് പതുക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ഒക്കെ ഞാൻ സ്നേഹം കൂടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവില്ല. എപ്പോഴും അത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനായിട്ട് അത് ശ്രമിക്കും. അത് തന്നെ ജീവിക്കാനായിട്ട് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ആസ് എ ഗുഡ് പാരൻറ്റ് നമ്മൾ എല്ലാം കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അഫെക്ഷൻ, അവരോടുള്ള ശാരീരിക സ്നേഹം, അവരോട് തലോടൽ, കെട്ടിപ്പിടിക്കൽ, ഉമ്മ കൊടുക്കൽ, ഇങ്ങനെയുള്ളത് നിഷേധിക്കരുത്. ഡോണ്ട് എവർ ഫർഗെറ്റ് ടു ഗിവ് ദം ദ ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് കൊടുക്കാൻ പിള്ളേർക്ക് ഒരിക്കലും മറക്കരുത്. ഒന്ന് പുറത്ത് തട്ടാനും, ഒന്ന് കെട്ടിപ്പിടിക്കാനും, ഒന്ന് കവിളത്തിൽ ഉമ്മ കൊടുക്കാനും. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ കോൺഫിഡൻസ് ഉണ്ടാക്കണം, വല്ലാതെ സ്നേഹം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് നിഷേധിക്കരുത്. ഓക്കെ. ഞാൻ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഇത് പറഞ്ഞ് വല്ലാണ്ട് വീഡിയോ നീണ്ടു പോകണ്ടെന്നിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഞാനതിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കോൺഫിഡൻസ് കൂടും, ഡിസിഷൻ മേക്കിംഗ് അവർക്ക് സ്ട്രോങ് ആവും, നിങ്ങളുള്ള ബന്ധം വല്ലാണ്ട് അവർക്ക് കൂടി വരും, നല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു. ലെറ്റ് മീ ഫിനിഷ് അപ്പ് ദിസ് വീഡിയോ. Let us meet in the next video. Take care. Bye.